തന്റെ കുട്ടിക്കാല ഓർമ്മകൾ പങ്കുവച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഓർമ്മകൾ പങ്കുവച്ചത്. പാട്ടുപാടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് മോഹൻലാലിന്റെ ആദരവ്. സ്വപ്നത്തിൽ പോലുമില്ലാത്ത അഭിമുഖമെന്ന് മോഹൻലാൽ പറഞ്ഞു. കുട്ടിക്കാലവും സ്കൂൾ ജീവിതവും മുഖ്യമന്ത്രി ഓർത്തെടുത്തു. തനിക്കുള്ളത് 2 സഹോദരന്മാർ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബാക്കിയുള്ളവർ ചെറുപ്രായത്തിൽ തന്നെ വിട്ടുപോയെന്ന് സഹോദരങ്ങളെക്കുറിച്ചുള്ള ലാലിന്റെ ചോദ്യത്തിന് മറുപടി നൽകി. സന്യാസ ജീവിതത്തിന്റെ അംശം മനസ്സിലുണ്ട്. മാതാപിതാക്കൾ ഈശ്വരവിശ്വാസികൾ. രാമായണവും കൃഷ്ണപ്പാട്ടും അമ്മയ്ക്ക് വായിച്ചു കൊടുക്കും. 5ാം തരത്തിൽ ആദ്യ പഠനം അവസാനിച്ചു. വീടിനടുത്ത് ബീഡി കെട്ടാൻ പോയി. അച്ഛനേക്കാൾ കൂടുതൽ അമ്മയായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം കൊണ്ടു നടന്നതെന്നും അദ്ദേഹം പറഞ്ഞുവെച്ചു. അമ്മ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. എനിക്ക് 2 സഹോദരന്മാരാണ് ഉണ്ടായത്. പക്ഷെ എൻ്റെ അമ്മ പ്രസവിച്ചത് 14ാമത്തെ കുട്ടിയാണ് ഞാൻ. ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ. പിന്നെ 2 സഹോദരങ്ങൾ, മൂത്തവര് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 3 പേരാണ് ഞങ്ങൾ ഉണ്ടായത്. അമ്മയും അച്ഛനും ഒക്കെ ഈശ്വര വിശ്വാസികളായിരുന്നു. നാമമൊക്കെ ചൊല്ലാറ് പതിവുണ്ടായിരുന്നു. ഈശ്വര വിശ്വാസികളും വലിയ തോതിലുള്ള ഈ അന്നത്തെ കാലത്ത് ഭൂതപ്രേത കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള കാലമാണ്. അതെ അതെ. അപ്പൊ അതിനൊക്കെ വല്ലാതെ വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസങ്ങൾ കൊണ്ടു നടന്നിരുന്നത്. അച്ഛനും വിശ്വാസി തന്നെയാണ്, പക്ഷെ അത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കുട്ടിക്കാലത്ത് ഏറ്റവും സന്തോഷകരവും സങ്കടകരവുമായ ചില സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ അവയൊക്കെ അങ്ങയുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? അതിൽ വലിയ തണലായിട്ട് അമ്മ തന്നെയാണ് ഉണ്ടായത് എല്ലാ കാര്യത്തിലും. സാധാരണ നിനക്ക് നല്ല കരുതലോടെ എന്നെ വളർത്തുന്നതിൽ അമ്മ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിന് തന്റെ എല്ലാ കാര്യങ്ങളിലും തണലായി അമ്മയെന്നും കൂടെയുണ്ടായിരുന്നു. ഏറെ കരുതലോടെ എന്നെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് അമ്മ. തന്റെ ഏറെ പ്രിയപ്പെട്ട ആഴത്തിലുള്ള ബന്ധവും അദ്ദേഹം പങ്കുവെക്കാതിരുന്നില്ല. അമ്മയുടെ വേർപിരിയൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരക്ഷരം പോലും പുറത്തു പറയാൻ സാധിച്ചിട്ടില്ല. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. 5ാം തരത്തിൽ പഠനം ഉപേക്ഷിച്ച് ബീഡി കെട്ടുന്ന പണിക്ക് പോയിരുന്ന ഒരു ബാല്യമായിരുന്നു തനിക്ക്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കുട്ടി പഠിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അതറിഞ്ഞെത്തിയ പ്രധാനാധ്യാപകനും മാനേജറും അമ്മയോട് സംസാരിച്ചതിന് പിന്നാലെയാണ് UP സ്കൂളിൽ ചേരുന്നതെന്നും അദ്ദേഹം ഓർത്തെടുത്തു. UP സ്കൂളിൽ വെച്ച് കഥാപ്രസംഗം നടത്തിയിരുന്നു. ചെറുപ്പത്തിൽ നന്നായി വായിക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു. ടോൾസ്റ്റോയ്, വിക്ടർ ഹ്യൂഗോ, തകഴി എന്നിവരുടെ രചനകൾ വായിക്കുമായിരുന്നു. തനിക്കെതിരെ വരുന്ന വാർത്തകളിൽ വ്യാകുലപ്പെടാറില്ല, അതിൽ ഇടപെടാറില്ല. ഇന്നുവരെ ഒരു വാർത്തയിലും നേരിട്ട് വിളിച്ച് ഇടപെടൽ നടത്തിയിട്ടില്ല. പാർട്ടിയോടുള്ള എതിർപ്പാണ് തന്നെ പറ്റിയുള്ള വാർത്തകൾ വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒഴിവുവേളകൾ കിട്ടുവാണെങ്കിൽ വായന, ടിവിയിൽ സിനിമ കാണുക എന്നിവയാണ് ചെയ്യാറുള്ളത്. മലയാള സിനിമയിൽ മറക്കാനാവാത്ത സിനിമകളിലൊന്ന് അമൃതം ഗമയാണ്. ചില സിനിമയിലെ രംഗങ്ങൾ കാണുമ്പോൾ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് തോന്നാറുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. ആക്ഷൻ പടങ്ങൾ കാണാനാണ് ഏറെ ഇഷ്ടം. രജനികാന്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. Do you know where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park, India's best quality steel windows and doors.